ഓണമൊക്കെ കഴിഞ്ഞ ഒരാഴ്ച ആയില്ലേ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നല്ല പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓണത്തിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടാൻ ടൈം കിട്ടിയത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഓണസദ്യ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അനിയത്തി പ്രഗ്നൻ്റ് ആയിരിക്കണോണ്ട് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവളെ കൂടെയാണ് ഉമ്മി ഉള്ളത്. സാധാരണ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് ഓണമൊക്കെ ആകുമ്പോൾ. ഓണവും പെരുന്നാളും അങ്ങനെയൊക്കെ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കാണെങ്കിൽ എന്താണ് ഒരു അടിപൊളി സദ്യ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന്. അതൊരു ഒന്നൊന്നര ടാസ്ക് ആയിരുന്നേ. വൈകുന്നേരം ഒരു 4:30 മണിക്കൊക്കെ സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നിരുന്നിരുന്ന് അതൊരു 6:30 മണിയായി. പിന്നെ ഇരുട്ടി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പച്ചക്കറികളെല്ലാം വാങ്ങാൻ പോയി. പകുതി എത്തിയപ്പോൾ എൻ്റെ വാപ്പീനെ കണ്ടു കേട്ടോ. പിന്നെ വാപ്പീനായിട്ട് ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വന്ന് പിന്നെ രാത്രി ഞാൻ അത് എല്ലാ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സാമ്പാറിൻ്റെയും മറ്റുള്ള കറികളുടെ കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് വേഗം കറികളെല്ലാം പ്രിപ്പയർ ചെയ്യാമല്ലോ. ദിവസം രാത്രി തന്നെ എല്ലാം കറികൾക്കുള്ളതെല്ലാം കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമുക്ക് പണി അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശക്ക്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ എൻ്റെ കുട്ടി കറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി കറികളല്ല 10 കൂട്ടം കറികളും നല്ല അടിപൊളി സദ്യയും പാലട പായസവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗംഭീര സദ്യ റെഡിയാക്കുന്നത്. എന്തായാലും അതെനിക്കൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എല്ലാ കറികളും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓണം ആൾക്കാർ കുറവായിരുന്നെങ്കിലും നമ്മൾ 3 പേരും നല്ല കിഡിലനാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബേബീസും റെഡിയായി, പുതിയ പട്ടുപാവാടയൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ലാസ്റ്റ് ഈ പായസത്തിൽ പപ്പടവും പഴവും ഒക്കെ കുഴച്ച് അങ്ങോട്ട് ഒരു പിടിയും പിടിച്ചു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.